അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൽ ബയോളജി, പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്ലാസ്മ മെംബ്രെയിൻ. എല്ലാ സെല്ലിൻ്റെയും ഔട്ടർ മെംബ്രെയിനാണ് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളതിനെ സെൽ മെംബ്രെയിൻ എന്ന് പറയും. സോ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സെല്ലിന് വേണ്ട ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ പുറത്തുള്ള ഭാഗത്തിന് ഉള്ളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ സബ്സ്റ്റൻസുകളുടെ മൂവ്മെൻറ്റിനൊക്കെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ ആണ് അല്ലേ. കുറച്ച് സബ്സ്റ്റൻസിനെ മാത്രം അവർ പാസ് ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനിൽ മെംബ്രെയിൻ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. മെംബ്രെയിൻ ലിപ്പിഡ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾസ്. ഓക്കെ, അപ്പോൾ മെംബ്രെയിൻ ലിപ്പിഡ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പാണുള്ളത്: ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾ. അതിൽ ഈ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് പ്ലാസ്മ മെംബ്രെയിനുള്ള ഇതാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോസ്ഫോലിപ്പിഡിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഗ്ലിസറോൾ ഉണ്ട്, ഫാറ്റി ആസിഡ്, അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ ഗ്ലിസറോൾ ബാക്ക് ബോൺ, ഫാറ്റി ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഗ്ലിസറോൾ, ഫാറ്റി ആസിഡ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ആൽക്കഹോൾ. അപ്പോൾ ഈ പറയുന്ന ഫോസ്ഫോലിപ്പിഡ് 2 ടൈപ്പ് ഉണ്ട്. ഇതാ, ഇപ്പോൾ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും അതുപോലെ തന്നെ സ്വിംഗോ ഫോസ്ഫോലിപ്പിഡ്. ഓക്കെ, അപ്പോൾ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, സ്വിംഗോ ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. അതിൽ മേജർ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡാണ് ഈ പറയുന്ന ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? സോ ഈ ഒരു ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയാണ് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ? ഇതാ, ഓക്കെ, ഫോസ്ഫോടൈഡൽ കോളിൻ. ഇപ്പോൾ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോസ്ഫോടൈഡൽ കോളിൻ. ഈ ഫോസ്ഫോടൈഡൽ കോളിനെ തന്നെയാണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോസ്ഫോടൈഡൽ കോളിൻ എന്ന് പറയുന്നത് ലെസിത്തിൻ എന്ന് പറയും. മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫോസ്ഫോടൈഡൽ കോളിൻ. പിന്നെ ഫോസ്ഫോടൈഡൽ സെറീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ലീനോസീറ്റോൾ. ഇതൊക്കെ ഏതാണ്? ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ മെംബ്രെയിൻ ലിപ്പിഡ്സ് 3 ടൈപ്പ് ഉണ്ട്: ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾ. അതിൽ ഫോസ്ഫോലിപ്പിഡ് തന്നെ 2 വിഭാഗങ്ങളുണ്ട്: ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും സ്വിംഗോ ഫോസ്ഫോലിപ്പിഡും. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡിൻ്റെ എക്സാമ്പിൾസുകളാണ് ഏതൊക്കെയാണ് വരുന്നത്? നമ്മളുടെ ഫോസ്ഫോടൈഡൽ കോളിൻ, ഫോസ്ഫോടൈഡൽ സെറീൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ലീനോസീറ്റോൾ. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അതിൽ ഫോസ്ഫോടൈഡൽ കോളിനാണ് ലെസിത്തിൻ എന്ന് പറയും, അത് മോസ്റ്റ് അബണ്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും സ്വിംഗോ ഫോസ്ഫോലിപ്പിഡ്. ഇനി അടുത്തത് സ്വിംഗോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിലാരൊക്കെ വരുന്നുണ്ട്? സ്വിംഗോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വിംഗോസിനാണ്, ഗ്ലിസറോൾ അല്ല. ഓക്കെ, ഇപ്പോൾ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക് ബോൺ ഗ്ലിസറോൾ കൊണ്ടാണ്. സ്വിംഗോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക് ബോൺ സ്വിംഗോസിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സ്വിംഗോമൈലിൻ. ഓക്കെ, ഇനി ഈ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ചാർജസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡിൽ നമ്മൾ 4 പറഞ്ഞല്ലോ: ഫോസ്ഫോടൈഡൽ കോളിൻ, ഫോസ്ഫോടൈഡൽ സെറീൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ലീനോസിറ്റോൾ. അതുപോലെ തന്നെ സ്വിംഗോ ഫോസ്ഫോലിപ്പിഡിൽ സ്വിംഗോസിനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കേ, ഈ പറയുന്ന ഫോസ്ഫോടൈഡൽ കോളിൻ, അതുപോലെ തന്നെ ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഇതൊക്കെ ന്യൂട്രൽ ചാർജാണ്. അപ്പോൾ ന്യൂട്രൽ ചാർജ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഫോസ്ഫോടൈഡൽ കോളിനും അതുപോലെ തന്നെ ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ. ഇനി നെഗറ്റീവ് ചാർജിൽ വരുന്നവരാണ് ഫോസ്ഫോടൈഡൽ ഈനോസീറ്റോളും ഫോസ്ഫോടൈഡൽ സെറീൻ. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ന്യൂട്രൽ ചാർജിൽ വരുന്ന 2 ആൾക്കാരാണ് ഫോസ്ഫോടൈഡൽ കോളിനും ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ. നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ സെറീനും അതുപോലെ തന്നെ ഈനോസീറ്റോളും. ഫോസ്ഫോടൈഡൽ ഈനോസീറ്റോളും ഫോസ്ഫോടൈഡൽ സെറീനുമാണ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മറന്നു പോകരുത്. പ്ലാസ്മ മെംബ്രെയിൻ ലിപ്പിഡ്സ് 3 ടൈപ്പ് ഉണ്ട്: ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾ.
ഫോസ്ഫോലിപ്പിഡിൽ വരുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡിൽ 4 ആൾക്കാർ വരുന്നുണ്ട്. ആരൊക്കെയായിരുന്നു? ഫോസ്ഫോടൈഡൽ കോളിൻ, ഫോസ്ഫോടൈഡൽ സെറിൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ഇനോസിറ്റോൾ. അതിൽ സെറിനും ഇനോസിറ്റോളുമാണ് നെഗറ്റീവ് ചാർജ്, ബാക്കി രണ്ടുപേരും ന്യൂട്രൽ ചാർജ് ആണ്. ഇനി ഈ പറയുന്ന സ്പിങ്കോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലിസറോൾ കൊണ്ടല്ല, സ്പിങ്കോസിൻ കൊണ്ടാണ്. അതിന് എക്സാമ്പിൾ ആണ് സ്പിങ്കോമൈലിൻ. ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഓക്കെ, ഈ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ എന്താ പറഞ്ഞത്? മെംബ്രെയിൻ ലിപ്പിഡ്സ് 3 ടൈപ്പ് ഉണ്ട്: ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾ. ഫോസ്ഫോലിപ്പിഡിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തതാണ് ഗ്ലൈക്കോലിപ്പിഡ്. ഈ ഗ്ലൈക്കോലിപ്പിഡിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? അവർക്കൊരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, പിന്നെന്താണ്? ഫാറ്റി ആസിഡ്, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഗ്ലൈക്കോ എന്ന് പറയുമ്പോൾ ഓൾറെഡി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും എന്ന് ഓർക്കുക. ആൽക്കഹോളും ഫാറ്റി ആസിഡും കാർബോഹൈഡ്രേറ്റും അവരുടെ സ്ട്രക്ചറിലുള്ളത്. ഇതിലുള്ള മേജർ ടൈപ്പാണ് സ്പിങ്കോ ഗ്ലൈക്കോലിപ്പിഡ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗ്ലൈക്കോലിപ്പിഡ്സിൽ വരുന്ന മെയിൻ ടൈപ്പാണ് സ്പിങ്കോ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയും. ഇനി ഇവർക്ക് ഒരു ഷുഗർ ഉള്ളെങ്കിൽ, ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഒരു ഷുഗർ ഉള്ളെങ്കിൽ നമ്മൾ അവരെ സെറിബ്രോസൈഡ് എന്ന് പറയും. അപ്പോൾ ഒരു ഷുഗർ, ഇപ്പോൾ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഗാലക്ടോസോ ഒരു ഷുഗർ ഉള്ളകുമ്പോൾ നമ്മളതിന് സെറിബ്രോസൈഡ് എന്ന് പറയും. ഒളിഗോസാക്രൈഡ്സ് ആണെങ്കിൽ ഗ്ലോബോസൈഡും, പിന്നെ ഒളിഗോസാക്രൈഡ് പ്ലസ് സിയാലിക് ആസിഡ് ആണെങ്കിൽ നമ്മളതിനെ ഗാംഗ്ലിയോസൈഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്ര ഓർത്ത് വെക്കാം. നമ്മളെന്താ പറഞ്ഞത്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ മെംബ്രെയിൻ ലിപ്പിഡ്സ് 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾ. ഫോസ്ഫോലിപ്പിഡിൽ 2 ടൈപ്പ് ഉണ്ട്: ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും സ്പിങ്കോ ഫോസ്ഫോലിപ്പിഡും. പിന്നെ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സിൽ വരുന്ന 4 ആൾക്കാരാണ്: ഫോസ്ഫോടൈഡൽ കോളിൻ, ഫോസ്ഫോടൈഡൽ കോളിനാണ് നമ്മൾ ലെസിത്തിൻ എന്ന് പറയുന്നത്, പിന്നെ ഫോസ്ഫോടൈഡൽ സെറീൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ഇനോസിറ്റോൾ. ഓക്കെ, പിന്നെ സ്പിങ്കോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അതിൽ അവരുടെ ബാക്ക് ബോൺ ഗ്ലിസറോൾ അല്ല, സ്പിങ്കോസിൻ ആണ്. അതിന് എക്സാമ്പിളാണ് സ്പിങ്കോമൈലിൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്ലൈക്കോലിപ്പിഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ആൽക്കഹോളും, അവരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആൽക്കഹോളും ഫാറ്റി ആസിഡും കാർബോഹൈഡ്രേറ്റും ആണ് ഉള്ളത്. അവരുടെ മേജർ ആയിട്ടുള്ള ഗ്ലൈക്കോലിപ്പിഡ് ആണ് സ്പിങ്കോ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുന്നത്. ഒരു ഷുഗർ ഉള്ളെങ്കിൽ സെറിബ്രോസൈഡ് എന്ന് പറയും. ഗ്ലോബോസൈഡ് എന്ന് പറയുമ്പോൾ ഒളിഗോസാക്രൈഡ് ആണ്. ഗാംഗ്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ ഒളിഗോസാക്രൈഡ് പ്ലസ് സിയാലിക് ആസിഡ് ആണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന സ്പിങ്കോ ഗ്ലൈക്കോലിപ്പിഡ് ഇവർ കാണുന്നത് എവിടെയാണ്? ഇവർ ഔട്ടർ ലീഫ്ലെറ്റ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ ലീഫ്ലെറ്റിലായിട്ടാണ് കാണുന്നത്. ഇനി മൂന്നാമത്തെ ആളാണ് സ്റ്റീറോൾ. അപ്പോൾ നമ്മളുടെ മെംബ്രെയിൻ ലിപ്പിഡ്സ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾ. ഇനി നമുക്ക് സ്റ്റീറോളിനെ കുറിച്ച് നോക്കാം. ഇതാണ് സ്റ്റീറോൾ. അപ്പോൾ സ്റ്റീറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീറോൾ എന്ന് പറയുമ്പോൾ അനിമൽസിൽ കാണുന്ന സ്റ്റീറോളാണ് കൊളസ്ട്രോൾ എന്ന് പറയുക. അതൊരു മേജർ സ്റ്റീറോളാണ്. പ്ലാന്റ്സിലുള്ള സ്റ്റീറോളാണ് സ്റ്റിഗ്മ സ്റ്റീറോളും അല്ലെങ്കിൽ സൈറ്റോസ്റ്റീറോൾ. അപ്പോൾ സ്റ്റിഗ്മ സ്റ്റീറോൾ, സൈറ്റോസ്റ്റീറോൾ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിലുള്ള സ്റ്റീറോളാണ്. ഫംഗസിലും സ്റ്റീറോൾ ഉണ്ട്, അതാണ് ഇറിഗോസ്റ്റീറോൾ എന്ന് പറയുന്നത്. ബാക്ടീരിയയിൽ കൊളസ്ട്രോൾ ഇല്ല, പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, മൈക്കോപ്ലാസ്മ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയോ? അപ്പോൾ ആനിമൽസിലുള്ള മേജർ സ്റ്റീറോളാണ് കൊളസ്ട്രോൾ, ഫംഗസിലുള്ള മേജർ സ്റ്റീറോളാണ് ഇറിഗോസ്റ്റീറോൾ, പ്ലാന്റ്സിലുള്ള മേജർ സ്റ്റീറോളാണ് സ്റ്റിഗ്മ സ്റ്റീറോളും സൈറ്റോസ്റ്റീറോളും. ബാക്ടീരിയക്ക് കൊളസ്ട്രോൾ ഇല്ല, ബട്ട് എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മ. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളെന്തൊക്കെ പറഞ്ഞു? നമ്മളുടെ പ്ലാസ്മ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ അവിടെ മെംബ്രെയിൻ ലിപ്പിഡ്സുകളുണ്ട്. അതായത് ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, സ്റ്റീറോള്. ഫോസ്ഫോലിപ്പിഡിൽ വരുന്ന 2 വിഭാഗങ്ങളാണ്: ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും സ്പിങ്കോ ഫോസ്ഫോലിപ്പിഡും. പിന്നെ ഈ ഫോസ്ഫോലിപ്പിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് ഗ്ലിസറോൾ ബാക്ക് ബോൺ ആണ്, പിന്നെ ഫാറ്റി ആസിഡ്, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെ ആൽക്കഹോള്. അവരുടെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4 വിഭാഗങ്ങൾ പറയുന്നുണ്ട്: ഫോസ്ഫോടൈഡൽ കോളിൻ, ഫോസ്ഫോടൈഡൽ സെറീൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ഇനോസിറ്റോൾ. ഓക്കെ, പിന്നെ സ്പിങ്കോ ഫോസ്ഫോലിപ്പിഡിൽ വരുന്നതാണ് അവർക്ക് ഗ്ലിസറോൾ ബാക്ക് ബോൺ അല്ല, സ്പിങ്കോസിൻ ബാക്ക് ബോൺ ആണ്. അതിന് എക്സാമ്പിളാണ് സ്പിങ്കോമൈലിൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്ലൈക്കോലിപ്പിഡ്സിനെ കുറിച്ചാണ്. ഈ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഗ്ലൈക്കോലിപ്പിഡ്സിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ ഉണ്ട്, ഫാറ്റി ആസിഡ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള ഗ്ലൈക്കോലിപ്പിഡാണ് സ്പിംഗോ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയും. ഒരു ഷുഗർ ഉള്ളെങ്കിൽ സെറിബ്രോസൈഡ്, ഒളിഗോസാക്രൈഡ് ആണെങ്കിൽ ഗ്ലോബോസൈഡ്, ഒളിഗോസാക്രൈഡ് പ്ലസ് സിയാലിക് ആസിഡ് ആണെങ്കിൽ ഗാംഗ്ലിയോസൈഡ് എന്ന് പറയും. പിന്നെ സ്റ്റീറോൾസ് പറയുകയാണെങ്കിൽ എന്താണ്, അനിമൽസിലുള്ളത് സ്റ്റീറോളാണ് എന്തെന്ന് പറയുന്നത് കൊളസ്ട്രോൾ. പ്ലാന്റ്സിലാണെങ്കിൽ സ്റ്റിഗ്മാസ്റ്റിറോൾ, സൈറ്റോസ്റ്റിറോൾ, ഫംഗസിലാണെങ്കിൽ ഇർഗോസ്റ്റിറോൾ, ബാക്ടീരിയയിലാണെങ്കിൽ എന്താണ് കൊളസ്ട്രോൾ ഇല്ല എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മ. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ലിപ്പിഡ് ഡ്രാഫ്റ്റ്. ഓക്കെ, ലിപ്പിഡ് ഡ്രാഫ്റ്റ് നോക്കാം. ലിപ്പിഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിലുള്ള ഒരു സ്മോൾ മൈക്രോ ഡൊമെയിൻ ആണ്. അത് കൊളസ്ട്രോളും സ്പിംഗോ ലിപ്പിഡ്സുകളും പ്രസൻ്റ് ആണ്. അപ്പോൾ ലിപ്പിഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലാസ്മ മെംബ്രെയിലുള്ള സ്മോൾ മൈക്രോ ഡൊമെയിൻസുകളാണ്. അതിൽ കൊളസ്ട്രോളും സ്പിംഗോ ലിപ്പിഡ്സുകളും ഉണ്ട്. തിക്കറാണ്, ഡിറ്റർജൻറ്റ് റെസിസ്റ്റൻ്റ് ആണ് ലിപ്പിഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ. അതിലുള്ള പ്രോട്ടീൻ്റെ പേരാണ് റാഫ്റ്റോഫിലിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിപ്പിഡ് ഡ്രാഫ്റ്റിലുള്ള പ്രോട്ടീൻസാണ് റാഫ്റ്റോഫിലിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിപ്പിഡ് ഡ്രാഫ്റ്റിന് ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്ലാനാറുണ്ട്, ക്യാവിയോലയുണ്ട്. ക്യാവിയോലയും പ്ലാനാറും. അപ്പോൾ ഇതാണ് പ്ലാനാർ. ക്യാവിയോല എന്ന് പറയുമ്പോൾ ഇങ്ങനെ കർവ്ഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലാനാർ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് മെംബ്രെയിൻ റീജിയൻ ആണ്. പ്ലാനാർ എന്ന് പറയുന്നത് അവിടെ ഈ പ്ലാനാറിലുള്ള പ്രോട്ടീനാണ് ഫ്ലോട്ടിലിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനാർ റാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് മെംബ്രെയിൻ റീജിയൻസിലാണ് അവിടെയുള്ള പ്രോട്ടീനാണ് ഫ്ലോട്ടിലിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ക്യാവിയോല എന്ന് പറയുന്നത് ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. അതേ കണ്ടിങ്ങനെ ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ഇങ്ങനെ ഇൻവേർഡ്ലി കർവ്ഡ്, ഉള്ളിലേക്ക് ഇങ്ങനെ കർവ് ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ഇൻവാജിനേഷനാണ് ക്യാവിയോല എന്ന് പറയുന്നത്. അവിടെയുള്ള പ്രോട്ടീൻ്റെ പേരാണ് ക്യാവിയോളിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ ക്യാവിയോളിൻ കൊളസ്ട്രോളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ലിപ്പിഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ പ്ലാസ്മ മെംബ്രെയിലുള്ള സ്മോൾ മൈക്രോ ഡൊമെയിൻ ആണ്. അതിൽ കൊളസ്ട്രോളും സ്പിംഗോ ലിപ്പിഡ്സ് റിച്ച് ആണ്. തിക്കർ ആൻഡ് ഡിറ്റർജൻറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതിലുള്ള പ്രോട്ടീൻസ് ആണ് റാഫ്റ്റോഫിലിക് പ്രോട്ടീൻ. 2 ടൈപ്പ് ഉണ്ട്, പ്ലാനാർ ആൻഡ് ക്യാവിയോലെ. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് മെംബ്രെയിൻ റീജിയൻ ആണ് പ്ലാനാർ എന്ന് പറയുന്നത്. അവിടെയുള്ള പ്രോട്ടീനാണ് ഫ്ലോട്ടിലിൻ പ്രോട്ടീൻ. ക്യാവിയോലെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കർവ്ഡ് ആണ്. അവിടെയുള്ള പ്രോട്ടീനാണ് ക്യാവിയോലിൻ പ്രോട്ടീൻ. ഈ ക്യാവിയോലിന് കൊളസ്ട്രോൾ ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് മിസൈൽസ്. അപ്പോൾ ഈ മിസൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ലിപ്പിഡ്സിൻ്റെ ഒരു സിംഗിൾ ലെയർ ഓഫ് ലിപ്പിഡിനെയാണ് മിസൈൽസ് എന്ന് പറയുന്നത്. മിസൈൽ എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. ഇവരുടെ ടെയില്, ഹൈഡ്രോഫോബിക് ടെയില് ഉള്ളിലേക്കും ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തേക്കുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മിസൈൽ എന്ന് പറയുന്നത് ലിപ്പിഡ്സിൻ്റെ ഒരു സിംഗിൾ ലെയർ ആണ്, സ്പെറിക്കലാണ്. ഹൈഡ്രോഫോബിക് ടെയില് ഉള്ളിലേക്കും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് എങ്ങോട്ടേക്കാണ്, പുറത്തേക്കും ഇരിക്കുന്നതാണ് മിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഹെഡ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ, ടെയില് ഉള്ളിലേക്കും. കണ്ടോ, ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ്. എന്ത്, സിംഗിൾ ലെയർ ഓഫ് ലിപ്പിഡ് ആണ്, സ്പെറിക്കൽ. ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ സ്പെറിക്കലായിട്ടിരിക്കും. പുറത്ത് എന്താണ്, ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തേക്കും, ഇത് ഹെഡ്, ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തേക്കും ടെയില് ഉള്ളിലേക്കുമാണ്. ഹൈഡ്രോഫോബിക് ടെയില് ഉള്ളിലേക്കുമായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ലിപ്പിഡ് ബൈലർ നിങ്ങൾക്ക് അറിയാം, 2 ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ്, അതാണ് സെൽ മെംബ്രെയിൻ ആയിട്ടാവുന്നത്. ഓക്കെ, ലിപ്പിഡ് ബൈലർ എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ ഓക്കെ, അത് 2 ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആണ്. അതാണ് സെൽ മെംബ്രെയിൻ ആയിട്ട് ആയിരിക്കുന്നത്. ഇനി ഈ ലിപ്പോസോം എന്ന് പറഞ്ഞാൽ എന്താണ്, ലിപ്പോസോം അതൊരു ക്ലോസ്ഡ് വെസിക്കിളാണ്, സിംഗിൾ ലിപ്പിഡ് ബൈലെയർ ആണ്. അതിൻ്റെ നടുക്ക് വാട്ടറും കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിപ്പോസോമിൻ്റെ പ്രത്യേകത എന്താണ്, നടുക്ക് എന്തുണ്ടാകും, വാട്ടറും കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്ലോസ്ഡ് വെസിക്കിളാണ്, സിംഗിൾ ലിപ്പിഡ് ബൈലെയർ ആണ്, ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ മെംബ്രെയിൻ ലിപ്പിഡ്സ് 3 ടൈപ്സിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്, ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്, സ്റ്റീറോൾ. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ
ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 വിഭാഗങ്ങൾ വരുന്നുണ്ട്, ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡും സ്ഫിംഗോ ഫോസ്ഫോലിപ്പിഡും. ഈ ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡിൽ വരുന്ന 4 ആൾക്കാരാണ് ഫോസ്ഫോടൈഡൽ കോളിൻ, ഫോസ്ഫോടൈഡൽ സെറിൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ഇനോസിറ്റോൾ. സ്പിംഗോ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ ഗ്ലിസറോൾ കൊണ്ടല്ല സ്പിംഗോസിൻ കൊണ്ടാണ്. അതിന് എക്സാമ്പിളാണ് സ്പിംഗോമൈലിൻ. പിന്നെ ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, അവർക്കൊരു ആൽക്കഹോൾ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. സ്പിംഗോ ഗ്ലൈക്കോലിപ്പിഡാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഷുഗർ ഉള്ളെങ്കിൽ സെറിബ്രോസൈഡ്, ഒളിഗോസാക്രൈഡ്സ് ആണ് ഗ്ലോബോസൈഡ്, ഒളിഗോസാക്രൈഡ് പ്ലസ് സിയാലിക് ആസിഡ് ആണ് ഗാംഗ്ലിയോസൈഡ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റീറോളിന്റെ കേസ് പറയുകയാണെങ്കിൽ അനിമൽസിലുള്ളത് കൊളസ്ട്രോൾ, പ്ലാന്റ്സിലുള്ളത് സ്റ്റിഗ്മാസ്റ്റീറോളും സൈറ്റോസ്റ്റീറോളും, ഫംഗസിലുള്ളത് ഇറിഗോസ്റ്റീറോൾ. ബാക്ടീരിയയിൽ അവർക്ക് കൊളസ്ട്രോൾ ഇല്ല എക്സെപ്റ്റ് മൈക്കോപ്ലാസ്മ. പിന്നെ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ മൈക്രോഡൊമൈൻസ് ആണ്. കൊളസ്ട്രോളും സ്പിംഗോലിപ്പിഡ്സിലാണുള്ളത്. തിക്കർ ആൻഡ് ഡിറ്റർജൻറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അവർക്ക് റാഫ്റ്റോഫിലിക് പ്രോട്ടീൻസുകളുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, പ്ലാനാറും ക്യാവിയോലയും. പ്ലാനാർ എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് മെംബ്രെയിൻ റീജിയൻസ് ആണ്, അവിടെ ഉള്ള പ്രോട്ടീനാണ് ഫ്ലോട്ടിനിൻ പ്രോട്ടീൻ. ക്യാവിയോല എന്ന് പറയുമ്പോൾ ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ക്യാവിയോലിൻ പ്രോട്ടീൻസ് ഉണ്ട്. ക്യാവിയോലിൻ കൊളസ്ട്രോൾ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. മിസൽസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ലെയർ ഓഫ് ലിപ്പിഡ് ആണ്, സ്പെറിക്കൽ ആണ്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ ഉള്ളിലേക്ക് പുറത്ത് ആരുണ്ടാവും, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ്. ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുമ്പോൾ 2 ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ്, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ ഫോം ചെയ്യിക്കുന്നത്. ലിപ്പോസോം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്ലോസ്ഡ് വെസിക്കിൾ ആണ്, സിംഗിൾ ലിപ്പിഡ് ബൈലെയർ ആണ്, നടുക്ക് വാട്ടർ ഉണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലിപ്പോസോം ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ. പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സൈറ്റോസോളിക് ഭാഗത്ത് എന്തൊക്കെയാണുള്ളത്, നമ്മുടെ ഫോസ്ഫോടൈഡൽ സെറിൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ഈനോസീറ്റോൾ, ഇവരൊക്കെ ഉള്ളിലത്തെ ഇന്നർ ലീഫ്ലെറ്റ് സൈറ്റോസോളിക് ഭാഗത്താണ് ആരുള്ളത്, ഫോസ്ഫോടൈഡൽ സെറിൻ, ഫോസ്ഫോടൈഡൽ എത്തനോളമൈൻ, ഫോസ്ഫോടൈഡൽ ഈനോസീറ്റോൾ, ഇവരൊക്കെ ഇന്നർ ലീഫ്ലെറ്റിൻ്റെ ഭാഗത്താണുള്ളത്. ഈ പ്ലാസ്മ മെംബ്രെയിനെ പുറത്തായിട്ട് കാണിക്കുന്ന ആൾക്കാരാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ആ പുറം ഭാഗത്താണുള്ളത്. ഫോസ്ഫോടൈഡൽ കോളിൻ, അതുപോലെ തന്നെ നമ്മളുടെ സ്പിംഗോമൈലിൻ, ഈ സ്പിംഗോമൈലിൻ, ഇവരൊക്കെ പ്ലാസ്മ മെംബ്രെയിന്റെ പുറത്തും ഉള്ളിലത്തെ ഔട്ടർ ലീഫ്ലെറ്റിലായിട്ട് സ്പിംഗോമൈലിൻ, കോളിൻ, ഗ്ലൈക്കോലിപ്പിഡ്സും, ഉള്ളിലായിട്ട് സെറിനും എത്തനോളാമിനും ഈനോസിറ്റോളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പ്ലാസ്മ മെംബ്രെയിൻ. താങ്ക് യു.